ദേവീ ശരണം അമ്മേ സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ശ്രീ മഹാലക്ഷ്മീ നമഃ. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ ധന്യാത്മാക്കൾക്കും സുസ്വാഗതം. സൃഷ്ടി, പഞ്ചപ്രകൃതികളിൽ നിന്ന് സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെ നാരദ മഹർഷിക്ക് നാരായണ ഋഷി ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് അവലോകനം ചെയ്തു കൊണ്ടുവന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ദേവതാദികളുടെ സൃഷ്ടിയാണ് ഇവിടെ വിവരിക്കുന്നത്. ബ്രഹ്മാവാണി, ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെയും മറ്റുമുള്ള സൃഷ്ടികളെയെല്ലാം ഇന്നലെ പറഞ്ഞു നിർത്തിയതിന് ശേഷം അടുത്തതായിട്ട് ദേവതാദികളുടെ സൃഷ്ടിയെക്കുറിച്ച് പറയണു. അധാഡിംബേ ജലേ തിഷ്ഠൻ യാവദ്വൈ ബ്രഹ്മണോ വയാ തതഃ സകാലേ സഹസാ ദ്വിധാ ഭൂതാ ബഭൂവഃ. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, ഒരു മാംസപിണ്ഡം ആണ് ആദ്യം ആരാസക്രീഡ കഴിഞ്ഞിട്ട് ഉണ്ടായത് എന്നും അതിനെ ദേവി കോപിച്ച് ജലത്തിൽ വലിച്ചെറിഞ്ഞു എന്നും അതുകൊണ്ട് ഭഗവാൻ ശാപം കൊടുത്തു. ഇനി ദേവിമാരൊന്നും ഗർഭം ധരിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് ഗർഭത്തിലൂടെയുള്ള പുത്രികളൊന്നും ഉൽപ്പത്തി ഉണ്ടാവാതെ കണ്ട് പോകട്ടെ എന്ന് അവിടെ ശപിച്ചത് അവിടെ പറഞ്ഞുവല്ലോ. അങ്ങനെ വലിച്ചെറിയപ്പെട്ട ഡിംബം ബ്രഹ്മകൽപ്പത്തോളം ജലത്തിൽ കിടന്നു. പിന്നെ യഥാകാലം അത് പെട്ടെന്ന് രണ്ടായി പിളർന്ന ആ മാംസപിണ്ഡത്തിൽ നിന്ന് 100 കോടി ആദിത്യന്മാരുടെ പ്രഭയുള്ള ഒരു ശിശു ഉണ്ടായി. വിശപ്പ് കൊണ്ട് ആർത്തനായ ആ ശിശു പാല് കുടിക്കാനായിട്ട് കരഞ്ഞു. ബ്രഹ്മാണ്ഡകോടികളുടെ നാഥനായിരുന്നു എങ്കിലും മാതാപിതാക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് നിരാശ്രനായി ജലത്തിൽ കിടന്ന ആ ശിശു തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അപേക്ഷിക്കുമാറ് മുകളിലേക്ക് നോക്കി. മഹാവിരാട് എന്നു പേരുള്ള ആ ദേവൻ സ്ഥൂലമായിട്ടുള്ളതിൽ വെച്ച് അത്യന്തം സ്ഥൂലരൂപനും സൂക്ഷ്മങ്ങളിൽ വെച്ച് അത്യന്തം സൂക്ഷ്മനായ പരമാണുവും ആകുന്നു. പരമാത്മാവായ കൃഷ്ണന്റെ 16ൽ 1 അംശം തേജസ്സാണ് അവനുള്ളത്. സർവജഗത്തിനും ആധാരഭൂതനായ മഹാവിഷ്ണുവും മൂലപ്രകൃതി സംഭൂതനുമാണ് അവൻ. ഇവന്റെ ഓരോ രോമകൂപങ്ങളിലുമായിട്ടാണ് സകല ബ്രഹ്മാണ്ടങ്ങളും സ്ഥിതി ചെയ്യുന്നത്. അവയുടെ എണ്ണം കണക്കാക്കാൻ കൃഷ്ണന് പോലും സമർത്ഥനല്ല എന്ന് പറയാണ്. ഭൂമിയിലെ രജകണങ്ങൾ, മൺതരികൾ എണ്ണമുണ്ടാവാം, എന്നാൽ ബ്രഹ്മാണ്ടങ്ങൾക്ക് എണ്ണമില്ല. അതുപോലെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ എണ്ണം തിട്ടപ്പെടുത്താനാവുകയില്ല. കാരണം ബ്രഹ്മാണ്ടം തോറും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുണ്ട്. ബ്രഹ്മലോകം മുതൽ പാതാളം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത്. അതിനും മീതെ വൈകുണ്ഠം, ബ്രഹ്മാണ്ഡ ബാഹ്യമാണ് അത്. അതിനും മീതെ 50 കോടി യോജന വിസ്തൃതമായിട്ടുള്ള ഗോലോകം കൃഷ്ണനെ പോലെ നിത്യവും സത്യസ്വരൂപവുമാണ്. പൃഥ്വി 7 ദിവ്യകളോടുകൂടി വിളങ്ങണു. സപ്തസാഗരങ്ങൾ ഈ പൃഥ്വിക്ക് ഭംഗി നൽകിക്കൊണ്ടിരിക്കണു. 49 ഉപദ്വീപുകളും അസംഖ്യം പർവ്വതങ്ങളും വനങ്ങളും ചേർന്നതാണ് അത്. അതിനൊക്കെ മുകളിലാണ് ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള 7 ഊർധ്വലോകങ്ങൾ എന്ന് പറഞ്ഞു. താഴെയായി പാതാളം വരെയുള്ള 7 അധോലോകങ്ങളും ചേർന്നതാണ് ഈ ബ്രഹ്മാണ്ഡം എന്നറിയപ്പെടുന്നത്. ഭൂമിക്ക് മീതെ ഭൂലോകം, അതിനു മുകളിലായി ഭുവർലോകം, അതിനു മുകളിൽ സുവർലോകം,
അതിനു മുകളിൽ ജനോലോകം, പിന്നെ തപോലോകം, സത്യലോകം. അതിനു മുകളിലാണ് കാഞ്ചനതുല്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മലോകം. ഹേ നാരദരെ, ബ്രഹ്മാണ്ടം നശിക്കുമ്പോൾ സർവവും നശിക്കണു. വെള്ളത്തിലെ കുമിളകളെപ്പോലെ ബ്രഹ്മാണ്ടകോടികൾ മുഴുവൻ അനിത്യങ്ങളാണ്. നിത്യവും അകൃത്രിമവുമായിട്ടുള്ളതാണ് ഗോലോകവും വൈകുണ്ഠവും മാത്രമേയുള്ളൂ. വിരാട് പുരുഷൻ്റെ ലോമകൂപം തോറും വിരാജിക്കുന്നതാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ. അവയുടെ എണ്ണം എത്രയുണ്ട് എന്ന് കൃഷ്ണന് പോലും അറിഞ്ഞുകൂടാ. അന്യരുടെ കഥ പിന്നെ പറയണോ? ഓരോ ബ്രഹ്മാണ്ടത്തിനും പ്രത്യേകം ബ്രഹ്മ, വിഷ്ണു, ശിവാദികളുണ്ടെന്നാണ് പറയണത്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ദേവന്മാരുടെ സംഖ്യയും 30 കോടിയാണ്. ഓരോന്നിലും ദിക്പാലകരും നക്ഷത്രങ്ങളും ഗ്രഹാദികളും ഉണ്ട്. ഭൂമിയിൽ 4 വർണ്ണത്തിൽപ്പെട്ടവരുണ്ട്. താഴെ നാഗങ്ങളാണ്. ചരാചരങ്ങളായ എല്ലാത്തരം പ്രാണികളും അവിടെയുണ്ട്. ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത്. വിരാട് രൂപിയായിട്ടുള്ള ബാലൻ മുകളിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. ഗോളാകാരമായ ആ പിണ്ടത്തിനകം ശൂന്യമായിരുന്നു. തന്നെ കൂടാതെ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല. ആ ബാലൻ ചിന്താമഗ്നനായി. വിശപ്പ് കൊണ്ട് ബാലൻ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു. അതിവേഗം അവന് ജ്ഞാനമുണ്ടായി. പരമപുരുഷനായ കൃഷ്ണനെ ധ്യാനിച്ചു. അപ്പോൾ സനാതനമായ ബ്രഹ്മജ്യോതിസ് അവന് കാണാൻ കഴിഞ്ഞു. ജ്യോതിസ്വരൂപനായ ആ കൃഷ്ണൻ പുതുമേഘം പോലെ ശ്യാമളനും 2 കൈകളോടും മഞ്ഞപ്പെട്ടും പുഞ്ചിരിക്കുന്ന മുരളീഹർത്തനും ഭക്താനുഗ്രഹനുമായിരുന്നു. ജഗത്പിതാവിനെ കണ്ട് ബാലൻ പുഞ്ചരിച്ചു സ്തുതിച്ചു. അപ്പോൾ വരേശനായ അദ്ദേഹം അവന് സമയോചിതമായിട്ടുള്ള വരം നൽകി. നീ എനിക്ക് തുല്യനും ജ്ഞാനിയും ആയിത്തീരും. വിശപ്പ്, ദാഹങ്ങളൊന്നും നിനക്കുണ്ടാവില്ല. ബ്രഹ്മാണ്ടങ്ങളെല്ലാം പ്രളയപര്യന്തം നിന്നെ ആശ്രയിച്ച് നിലനിൽക്കും. നിഷ്കാമനും നിർഭയനും സകലർക്കും വരം നൽകുന്നവനുമായിട്ട് നീ ഭവിക്കും. ജരാമരണം, രോഗം, ശോകം തുടങ്ങിയ ഉപദ്രവങ്ങളൊന്നും നിനക്ക് ഒരു കാലത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ ബാലൻ്റെ ചെവിയിൽ അദ്ദേഹം ഷഡക്ഷരരൂപവും ശ്രേഷ്ഠവും വേദാംഗങ്ങളിൽ ഉത്തമവുമായ മഹാമന്ത്രം 3 തവണ ഉപദേശിച്ചു എന്നാണ് പറയണത്. എന്താണതെന്ന് ചോദിച്ചാൽ, ആദ്യം ഓങ്കാരം, പിന്നെ ചതുർത്ഥി വിഭക്ത്യാന്തമായ കൃഷ്ണ എന്ന 2 അക്ഷരം, അന്ത്യത്തിൽ വന്യപത്നിയെ കുറിക്കുന്ന പദവും. അപ്പോൾ ഓം കൃഷ്ണായ സ്വാഹ എന്ന മന്ത്രമാണ് ഉപദേശിച്ചത് എന്നർത്ഥം. ഇത് സർവവിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ്. മന്ത്രം ഉപദേശിച്ച ശേഷം മഹാപ്രഭു അവനുള്ള ആഹാരവും നിർദ്ദേശിച്ചു. ഹേ ബ്രഹ്മപുത്ര, അതും ഞാൻ അങ്ങയോട് പറയാം. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് നാരായണ ഋഷി നാരദനെ വിളിക്കുന്നതാണ്. അവിടെ വിശ്വം തോറും വൈഷ്ണവരെ നൈവേദ്യമായി അർപ്പിക്കുന്നതെന്തോ അതിൻ്റെ 16ൽ 1 അംശം വിഷ്ണുവിനും ബാക്കി 15 ഭാഗവും നിനക്കുമായിരിക്കും. നിർഗുണനും പരമാത്മാവും പരിപൂർണനുമായ കൃഷ്ണന് നൈവേദ്യം കൊണ്ട് എന്താ ആവശ്യം? ആ ദേവന് ജനം നൽകുന്ന നിവേദ്യം എന്തോ അതെല്ലാം ലക്ഷ്മീനാഥനായ വിരാട് ഭുജിക്കും. ഉത്തമ മന്ത്രം നൽകിയ ശേഷം കൃഷ്ണൻ അവനോട്